വെട്ടിയവർ പണ്ടങ്ങൾ വെട്ടിയ കഥകൾ, ധീരകഥകൾ, വീരകഥകൾ, അത്ഭുത കഥകൾ പാടാം. ആ കേറി വാ. അല്ല ഇനി വന്ന് ഇവിടെ ഇരുന്ന് തിന്നാച്ച് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. അതെന്താ? അല്ല ഇവിടെ ഉള്ളതെല്ലാം കൂടെ തെട്ടി തിന്നാനാണല്ലോ ഇവരെ രാവിലെ ഇവിടെ കെട്ടിയെടുത്ത് ഇരുത്തിയേക്കുന്നത്. അയ്യോ പോകാൻ പറഞ്ഞേ, നിങ്ങൾക്കുള്ള സാധനം ഫ്രഷ് ആയിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് മിനിഞ്ഞാന്നത്തെയാ. ചൂടായിട്ട് വല്ലതും ഉണ്ടോ? ചൂടായിട്ട് കഴിക്കാൻ നല്ല ഒന്നാം തരം ദോശയുണ്ട്. കുറച്ചുകൂടെ ചൂടായിട്ടോ? കുറച്ചുകൂടെ ചൂടായിട്ട് ഇഡലിയുണ്ട്. ഒരു ശകലം കൂടെ ചൂടായിട്ട് എന്നാ കാണും? ഇച്ചിരി ചൂടായിട്ട് ചപ്പാത്തി ഉണ്ട്. ഒരു ശകലം കൂടെ ചൂടായിക്കോട്ടെ. കുറച്ചുകൂടെ ചൂടായിട്ട് നല്ല ചൂടായിട്ട് തീക്കല്ലുണ്ട്. എടുക്കട്ടെ? തീക്കല്ലോ തീക്കല്ല് നിങ്ങളുടെ മനുഷ്യരുണ്ട്. അത് ശരി, വീടി വലിക്കാൻ വേണ്ടി. പിന്നല്ലാതെ എന്നത്ര തീക്കണല്. ഇത് അപ്പൊ ഇപ്പൊ എനിക്കത് മനസ്സിലായില്ല. അതൊക്കെ പോട്ടെ, വേറെ വല്ലതും കഴിക്കാനുണ്ടോ ഇവിടെ? കഴിക്കാനായിട്ട് നല്ല ഒന്നാം തരം പൊറോട്ട ഉണ്ട്. എന്നാ എനിക്ക് ഒരു പൊറോട്ട ഇറച്ചിയുടെ ചാറും കൂടി ഇത് കഴിക്കാനാണോ രാവിലെ ഇറങ്ങി? ചേട്ടാ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇവൻ ജീവിക്കാൻ വേണ്ടി തിന്നുവാണോ അതോ തിന്നാൻ വേണ്ടി ജീവിക്കുവാണോ? നിങ്ങൾക്ക് കഴിക്കാനുള്ള നിങ്ങൾ കഴിച്ചിട്ട് പോവാ. അവൻ ജീവിക്കാൻ വേണ്ടി തിന്നുവോ തിന്നാതെ ജീവിക്കുക എന്തെങ്കിലും ചെയ്യട്ടെ. എന്റെ വേസ്റ്റ് എല്ലാം അവൻ കഴിക്കുന്നുണ്ടല്ലോ. ആ സൈഡ് പിടിച്ചിരുന്നു എന്നാന്നറിയാൻ മേല ഇവൻ പണി തന്നേച്ച് പോകുന്നത്. ഇതിന് എന്നാ ചൊവ്വയാട്ടോ ഇതിന്? ഇത് എന്നാ പാലാടോ ഇത്? ഇതോ? ഇത് ആട്ടിൻ പാൽ. ആട്ടിൻ പാലല്ലേ? ഇവിടെ സത്യം പറയുന്നത് എന്നാ പാലല്ല. തന്റെ കടയും ഞാൻ തല്ലിപ്പൊട്ടിച്ച് തൂരോട്ട് ആട്ടിൻ പാലാന്ന്. ഏട്ടിൻ പാല്? ആട്ടിൻ പാൽ. ആ ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോ സാധനമൊക്കെ എടുത്ത് ഉണ്ടാക്കി വെച്ചിട്ട് മനുഷ്യന് കളിപ്പിക്കാൻ വേണ്ടി കൊടുക്കും. അതാണല്ലേ മനുഷ്യനെ നിങ്ങൾ ചുമ്മാ കളിയാക്കും അല്ലേ? ഒരു ചായ. ചായ എടുക്കാം. നമ്മളൊക്കെ ഒരു ചാൺ വയറിന് വേണ്ടിയല്ലേ ജീവിക്കുന്നത്? അതെ. ഇവനിവിടെ 5 ചാൺ വയറിന് വേണ്ടി ജീവിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം വീട്ടിലൊരു സംഭവം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അച്ചാച്ചന്റെ ഷുഗർ പെട്ടെന്ന് അങ്ങ് താന്നു പോയി. ആരെങ്കിലും വിളിച്ച് പൊക്കിക്കാൻ മേലായിരുന്നു. ഞങ്ങൾ അവളവിടെ കിടന്ന് കാറുവോ മേളം വെക്കുകയോ ഒക്കെ ചെയ്ത് കേട്ട് അയൽവക്കത്തെ പിള്ളേരെല്ലാം കൂടെ അമ്മ ഈ അച്ചാച്ചനെ കോരി എടുത്തോണ്ട് നേരെ ആശുപത്രിയിലോട്ട് കൊണ്ടുവന്നു. ആശുപത്രി കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർ ഞങ്ങളോട് ചൂടാവുക. ഇത്ര നോർമൽ ആകുന്നോളം വരെ എന്തിനു വെച്ചോണ്ടിരുന്നതാണ്. നേരെ എന്നിട്ട് ഡോക്ടർ അകത്തോട്ട് കയറ്റി ഏതാണ്ട് മരുന്ന് ട്രിപ്പോ ഗുളിക ഏണ്ടെല്ലാം കൊടുത്ത് എന്നാണെങ്കിലും കൂടെ ഒരു 10-12 മണി ആയപ്പോൾ അച്ചാച്ചൻ നിന്ന് സീരിയസ് ആയി. അന്നേരം ഞങ്ങൾക്കെല്ലാം ഒരു ആശ്വാസമായത്. പിന്നെ അല്ലേ ഞങ്ങളെല്ലാം കൂടെ ഒന്ന് മയങ്ങി ഒരു 3-3:30 ആയി കാണും. അച്ചാച്ചന്റെ ബഹളം കേട്ടോണ്ട് ഞങ്ങൾ കണ്ണു തെളിച്ച് നോക്കുമ്പോൾ വീണ്ടും പഴയ പോലെ നോർമൽ ആയിട്ടിരിക്കും. ഇനി ഗുളിയാണ് വല്ല റിഹേഴ്സൽ വരുന്നെന്ന് ആർക്കറിയാം? ആർക്കറിയാൻ പറ്റും? ഇതൊക്കെ മറ്റേ മരുന്നിന്റെ കളിയല്ലേ. പിന്നെ ഇപ്പോഴത്തെ കാലമല്ലേ, പറയാൻ പറ്റുമോ? ഒന്നും പറയാനൊക്കത്തില്ല. ആളാണല്ലോ, നല്ല മോർണിംഗ് ആണല്ലോ, ഭയങ്കര കച്ചവടമല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനെ നീ കാപ്പ് കുടിച്ചതിന് പോയ പൈസ ഇതുവരെ തന്നിട്ടില്ല. അല്ല പാർട്ടി സമ്മേളനം വരുന്നുണ്ട്, സംഭാവനയ്ക്ക് അത് അതങ്ങ് കുറച്ചേക്കാം. ഒരു കാര്യം ചെയ്യും, ചമ്മന്തി ഒഴിക്കാതെ 2 ദോശയും എടുത്ത് ഞാൻ ഇവിടെ നിന്നുകൊണ്ടും കഴിച്ചോളാം. അയ്യോ മോനെ, എടാ ചമ്മന്തി ഇല്ല, സാമ്പാർ ഒഴിക്കാതെ 2 ദോശ എടുത്താലോ? എന്തായാലും കുഴപ്പമില്ലല്ലേ? ഇല്ല എന്നാ ആണോ? എന്താ ബിസിനസ്? കേറ്ററിംഗ്, പാചകം സ്വന്തമായിട്ട് പിടിച്ചു ചെയ്യാനൊക്കെ തുടങ്ങി. ആണോ? എന്റെ പൊന്നു മക്കളെ, എനിക്ക് 2 പെൺപിള്ളേരല്ലേ ഉള്ളത്. എന്തെങ്കിലുമൊക്കെ വെച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്താലല്ലേ കാര്യങ്ങൾ ഓടത്തുള്ളൂ. ചില കല്യാണ വീട്ടിൽ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞായിരുന്നു. എന്നാ നീ ഒരുമാതിരി ആക്കി പറയുന്നത്? അങ്ങനെയുള്ള സംഭവം ഒന്നും നടന്നിട്ടൊന്നുമില്ല. അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? 14 കൂട്ടം പ്രഥമൻ ഉണ്ടാക്കിയെന്നോ, 101 കൂട്ടം കറികൾ ഉണ്ടാക്കിയെന്നോ, ഉണ്ടാക്കിയെന്നോ ഉള്ളതാണോ? ഇല്ല, അവിടെ അടിമകളൊന്നും ഉണ്ടായില്ല. ഇവിടെ ഏത് കല്യാണം വിട്ടി പോണത്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നേര് പറ, അങ്ങനെ ഉണ്ടായോ? അടിപൊളി പരിപാടിയല്ലായിരുന്നു. 10-14 കൂട്ടം പായസം, 5-10 കൂട്ടം കറി, ഇഞ്ചിക്കറി കൂട്ടി 101 കൂട്ടം വേറെ, ഇങ്ങനെ എല്ലാ സംവിധാനവും സെറ്റപ്പ് ചെയ്തു. നല്ല ഉഗ്രം പരിപാടിയായിരുന്നു. പിന്നെ അല്ലേ അത് ശരിയാണല്ലോ, അതറിയണം. അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. എടാ, ഇത്രയും കറികൾ ഉണ്ടാക്കുന്ന തിരക്കിനിടയ്ക്ക് ചോറ് വെക്കാൻ ഞാൻ മറന്നു പോയടാ.